നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 376th day. Today 66th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 376 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകം. ഓം തത്സത്. സംസാരകർദ്ദമാലേപ പ്രക്ഷാളന പടീയസി കഥാതീർത്ഥേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃത. സംസാരകർദ്ദമാലേപ പ്രക്ഷാളന പടീയസി കഥാതീർത്ഥേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃത. ഓ തത്സത്. ശ്ലോകത്തിൽ പറയുകയാണ്, സംസാരമാകുന്ന ചളി കഴുകിക്കളയുവാൻ അത്യന്തം സമർത്ഥമായിരിക്കുന്നത് ഈ ഭാഗവത കഥാശ്രവണം തന്നെയാണ്. ഈശ്വര കഥാസ്വരൂപമായിട്ടുള്ള ഈ തീർത്ഥം നമ്മുടെ മനസ്സിൽ പ്രകാശിച്ചാൽ പിന്നെ അവിടെ ചളിക്ക് അതായത് മലം എന്ന് പറഞ്ഞാൽ അഴുക്കിന് ഒട്ടും നിൽക്കാൻ സാധിക്കുകയില്ല. ആ തീർത്ഥം നമ്മുടെ മനസ്സിനെ കഴുകി പരിശുദ്ധമാക്കും എന്നാണ് പറയുന്നത്. ഈ ഭാഗവത തീർത്ഥം നമ്മുടെ മനസ്സിനെ ഈശ്വരൻ്റെ കഥകൾ മാത്രം വിസ്തരിക്കുന്ന ഈ ശ്രീമദ് മഹാഭാഗവത തീർത്ഥം നമ്മുടെ മനസ്സിലെ എല്ലാ കാലുഷ്യങ്ങളും എല്ലാ മലങ്ങളും അശുദ്ധങ്ങളും അഴുക്കുകളും മാറ്റി കഴുകി ശുദ്ധമാക്കും. മനസ്സിനെ ഈ സംസാരം, ഈ ലൗകിക ജീവിതത്തിലുള്ള ആസക്തിയാണ് അഴുക്ക് പറ്റി അതിനെ സാക്ഷാത്കരിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സംസാര സ്വരൂപിയായിട്ടുള്ള ഈ അഴുക്ക് കഴുകിക്കളയുവാൻ വേണ്ടി ഈ ശ്രീമദ് മഹാഭാഗവത ഈശ്വരകഥാ ശ്രവണമായ ശ്രീമദ് മഹാഭാഗവത ശ്രവണം മാത്രം മതി എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യത്തിലൂടെ സനകാദി മുനികൾ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നാരദർ ഉദ്ധരിക്കുന്നത് സൂതർ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ആയിട്ട് നമുക്ക് കേൾക്കുന്നത്. സൂതർ ശൗനകാദികൾക്ക് ഈ നാരദ സനക സംവാദം പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സംസാര കർദ്ദമാലേപ പ്രക്ഷാളന പടീയസി കഥാതീർത്ഥേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃത. വിദ്വാൻമാർ പറയുന്നു ബുധൈ സ്മൃത. ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.